രാജ്യത്ത് കോവിഡ് കേസുകൾ 4000-ലേക്ക്. പുതിയ 4 മരണം കൂടി റിപ്പോർട്ട് ചെയ്തുവെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ജൂൺ 2 തിങ്കളാഴ്ച രാവിലെ 8 മണി വരെ ഇന്ത്യയിൽ സജീവമായ 3961 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വർഷം ജനുവരി മുതൽ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് 32 കോവിഡ് മരണങ്ങളാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഞായറാഴ്ച 203 സജീവ കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡൽഹിയിൽ പുതുതായിട്ട് 47 കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ഡൽഹിയിൽ ആകെ സജീവമായ കേസുകൾ 483 മാറി. മഹാരാഷ്ട്രയിൽ പുതുതായി റിപ്പോർട്ട് ചെയ്ത 21 കോവിഡ് കേസുകൾ ഉൾപ്പെടെ 506 സജീവ കേസുകളും പശ്ചിമ ബംഗാളിൽ 44 പുതിയ കേസുകൾ ഉൾപ്പെടെ 331 കോവിഡ് കേസുകളുമുണ്ട്. കർണാടകയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് സ്കൂളുകളിൽ മുൻകരുതലുകൾ എടുക്കണമെന്ന് കർണാടക സർക്കാർ സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് പനി, ചുമ, ജലദോഷം, മറ്റ് ലക്ഷണങ്ങൾ എന്നിവ ഉണ്ടായാൽ അവരെ സ്കൂളിലേക്ക് അയക്കരുത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉചിതമായ ചികിത്സ നൽകണമെന്നും സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 2 ദിവസങ്ങളിലായി തുടരുന്ന കനത്ത മഴയിലും കാലവർഷക്കെടുതിയിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലായി കാലവർഷക്കെടുതിയിൽ ഇതുവരെ 34 പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. അസമിലാണ് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 10 പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ കാലവർഷക്കെടുതിയിൽ മരിച്ചിരിക്കുന്നത്. അരുണാചൽ പ്രദേശ് 9, മിസോറാം 4, മേഘാലയ 3, ത്രിപുര 1, നാഗാലാൻഡ് 1 എന്നിങ്ങനെയാണ് മരണസംഖ്യ. റോഡ്, റെയിൽ ഗതാഗതത്തെ മഴക്കെടുതി സാരമായി ബാധിച്ചിട്ടുണ്ട്. അസമിൽ 15 ജില്ലകളിലായി 78,000 പേരെ വെള്ളക്കെട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഞായറാഴ്ചയും അതിശക്തമായ മഴയാണ് പെയ്തിറങ്ങിയത്. ഇതോടെ ബ്രഹ്മപുത്ര ഉൾപ്പെടെ 10ഓളം നദികൾ കരകവിഞ്ഞു. ദിബ്രുഘട്ട്, നിമാതിഘട്ട് എന്നിവിടങ്ങളിൽ ബ്രഹ്മപുത്ര നദിയിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലായി. വ്യോമസേന ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തുണ്ട്. അസം അരുണാചൽ അതിർത്തിയിലെ ബോംചീർ നദിയിൽ കുടുങ്ങിയ 14 പേരെ വ്യോമസേന രക്ഷപ്പെടുത്തി. അസമിലെ 19 ജില്ലകളിലായി 764 ഗ്രാമങ്ങളിൽ വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വെള്ളപ്പൊക്കത്തിന്റെ സ്ഥിതിഗതികൾ ഉന്നയിച്ച് മോദി സർക്കാരിനെ ആക്രമിച്ച് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലിക അർജുൻ ഖാർഗെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ PMKS ഫണ്ടിലെ പ്രളയ ജാലകങ്ങൾ തുറക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2016-ൽ അസമിനെ വെള്ളപ്പൊക്കരഹിതമാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ BJPയുടെ ഇരട്ട എഞ്ചിൻ സർക്കാരുകൾ അസമിനെ വഞ്ചിച്ചു. വടക്ക് കിഴക്കൻ മേഖല വിനാശകരമായ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചൽ, കനത്ത മഴ എന്നിവയിൽ വലയുകയാണെന്നും അദ്ദേഹം എക്സിലെ പോസ്റ്റിൽ വിമർശിച്ചു. അസം, അരുണാചൽ, മണിപ്പൂർ, സിക്കിം, മേഘാലയ എന്നിവ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അവിടെ നിരവധി ജീവനുകൾ നഷ്ടപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകളെ പ്രളയം ബാധിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് സഹായം നൽകാൻ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും സാധ്യമായതെല്ലാം ചെയ്യണമെന്നും ഖാർഗെ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാക് മേഖലയിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ഉപന്യാസ മത്സരത്തിന് വിഷയമാക്കി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം. ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവാദത്തോടുള്ള ഇന്ത്യയുടെ നയം പുനർനിർവചിക്കുന്നു എന്ന വിഷയത്തിലാണ് കേന്ദ്രം ഉപന്യാസങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്. ജൂൺ 1 മുതൽ 30 വരെ നീണ്ടു നിൽക്കുന്നതാണ് മത്സരം. മത്സരത്തിൽ വിജയികളാകുന്ന 3 പേർക്ക് 10,000 രൂപ വീതം സമ്മാനം ലഭിക്കുമെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. ഇതിനു പുറമെ 78ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിലെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രത്യേക അവസരവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ യുവാക്കളുടെ ശബ്ദം കേൾക്കാൻ പ്രതിരോധ മന്ത്രാലയം എന്ന കുറിപ്പോടെയാണ് ഉപന്യാസ മത്സരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ രചനകൾ അയക്കാം. ഒരാൾക്ക് ഒരു എൻട്രി മാത്രമേ അയക്കാൻ സാധിക്കുകയുള്ളൂ. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വലിയ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനിടയിലാണ് യുവാക്കളെ കൂടി പങ്കെടുപ്പിക്കുന്ന വിധത്തിൽ മത്സരത്തിന് വിഷയമാക്കുന്നത്. പ്രതിപക്ഷ പാർട്ടി പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കാനുണ്ടായ സാഹചര്യം വിദേശത്തും വിശദീകരിക്കുന്ന നടപടിയും ഒരു വഴിക്ക് പുരോഗമിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.